ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിഡിലനായിട്ടുള്ള ഒരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ക്യാപ്ഷനൊക്കെ വായിച്ചിട്ട് ഇരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളം യൂസ് ചെയ്തും കൊണ്ടുള്ള ഒരു ലൈം ജ്യൂസാണ്. നമ്മൾ ക്ഷീണമൊക്കെ വരുന്ന സമയത്ത് എന്താ ചെയ്യുക, കഞ്ഞിയുടെ വെള്ളം കുടിക്കും, നല്ല ആശ്വാസം കിട്ടാറുണ്ട്. അതുപോലെ നല്ല ദാഹമുള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒന്നാണ് ലൈം ജ്യൂസ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാക്കുന്ന ലൈം ജ്യൂസിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കളറും കിട്ടും, ഒപ്പം തന്നെ നല്ലൊരു കുറുക്കവും കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം, വീഡിയോയിലോട്ട് പോവാം. ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു ചെറിയൊരു നാരങ്ങ 4 മുറിച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ഏലക്കായുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ്സിന് 2 ഗ്ലാസ് ലൈം ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മധുരമാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഈ കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ പാകത്തിന് മധുരമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുക്കുന്നത് കഞ്ഞിയുടെ വെള്ളം, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കഞ്ഞിയുടെ വെള്ളം, നല്ല കട്ടിയുള്ള കഞ്ഞിയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ കഞ്ഞിൻ്റെ വെള്ളം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പിച്ചെടുക്കുക. നല്ലോണം തണുപ്പിച്ചിട്ടുണ്ട് ഞാൻ, ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് നന്നായിട്ട് തണുത്ത് തന്നെ എടുക്കണം. പിന്നെ ഞാനിതിൻ്റെ കഞ്ഞിയുടെ വെള്ളത്തിന് തെളിയൊന്നും അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, നല്ല കുറുക്കുള്ള കഞ്ഞിയുടെ വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കഞ്ഞിയുടെ വെള്ളത്തിന് മുകളിൽ പാട കെട്ടിയിട്ടുണ്ടാവില്ല, അതൊക്കെ എടുത്ത് കളയണം കേട്ടോ. നല്ലോണം തണുപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ നിർത്തിയിട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്നാകെ അങ്ങ് അടിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആകെ ആ നാരങ്ങയുടെ തൊലിയെല്ലാം അതിൽ കലങ്ങി പോവും, കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിർത്തി ചെയ്താൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇനി ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിക്കുന്നുകൂടിയുണ്ട്. നേരത്തെ ഞാൻ കഞ്ഞിയുടെ വെള്ളം എടുത്തില്ലേ, ആ ബൗളിലോട്ട് തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ തണുപ്പോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കാണിച്ചു തരാം. നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, അതുപോലെ തന്നെ നല്ല വെള്ള കളറാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സ്മെല്ലും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. മെയിനായിട്ട് കഞ്ഞിയുടെ വെള്ളം കുടിക്കാത്ത ആളുകൾക്ക്, ക്ഷീണമൊക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുന്നതാവും. അപ്പോൾ നമുക്ക് ലൈം ജ്യൂസ് കുടിക്കുന്നതിൻ്റെയും കഞ്ഞിയുടെ വെള്ളം കുടിക്കുന്നതിൻ്റെയും 2 ടേസ്റ്റും ഒന്നിച്ച് കിട്ടുകയാണ് ചെയ്യുക. പിന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. വിരുന്നുകാർക്കാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ വെള്ളമൊക്കെ രാവിലത്തെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അടിച്ചാൽ മതി. അപ്പോൾ നല്ല തണുപ്പ് കിട്ടുമല്ലോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് അവർക്കും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ലൈം ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.